ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 6ാമത്തെ ചാപ്റ്റർ റേഷ്യോ ആണ്. റേഷ്യോയുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് അവസാനത്തെ പേജ് നമ്പർ 92 പ്രോബ്ലംസ് ആണ്. പേജ് നമ്പർ 90, 87 അങ്ങനെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് പേജിലെ പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ്. സുഹറയും സീതയും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സുഹറ ഇൻവെസ്റ്റഡ് 40,000 ആൻഡ് സീത 50,000. സുഹറ 40,000 രൂപയും സീത 50,000 രൂപയും ഇൻവെസ്റ്റ് ചെയ്തു. ദേ മെയ്ഡ് പ്രോഫിറ്റ് ഓഫ് 9,000 റുപ്പീസ്. അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി. എത്ര രൂപയാണ്? 9,000 റുപ്പീസ്. ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ റേഷ്യോയിൽ അവർ പ്രോഫിറ്റും ഡിവൈഡ് ചെയ്തു. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം സുഹറ ഇൻവെസ്റ്റ് ചെയ്ത 40,000വും സീത ഇൻവെസ്റ്റ് ചെയ്ത 50,000ത്തിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കണം. ആ റേഷ്യോയുടെ അനുസരിച്ച് നമ്മൾ എന്താക്കണം? പ്രോഫിറ്റും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സുഹറ ആൻഡ് സീതാസ് ബിസിനസ്. സുഹറാസ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 40,000. സീതാസ് ഇൻവെസ്റ്റ്മെൻറ്റ് 50,000. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 90,000 അല്ലേ? 40,000ഉം 50,000ഉം ആണ്. ടോട്ടൽ എത്രയാണ്? 90,000 ആണ്. ഇനി പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഇവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എത്രയാണ്? 40,000ഉം അതേപോലെ തന്നെ 50,000ഉം ആണല്ലോ. അപ്പോൾ ഇവരുടെ ഷെയർ റേഷ്യോ എന്താണ്? നമ്മൾ സീറോസ് ഒക്കെ കട്ട് ചെയ്തു. ഇവിടെ 4 സീറോസ് ഉണ്ട്, അത് 4 സീറോസും നമ്മൾ ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് എത്രയാണ്? 4:5. 4 എത്രയാണ്? സുഹറയും 5 സീതയും ആണ് അല്ലേ? സീതയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ? 50,000. അതുകൊണ്ട് 5 പോർഷൻ ആയിരിക്കാണ് സീതക്കും, 4 പോർഷൻ ആയിരിക്കാണ് നമ്മുടെ സുഹറക്കും ആണ്. അപ്പം നമുക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് കിട്ടിയല്ലോ. ഇനി ടോട്ടൽ പ്രോഫിറ്റ് എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 9,000 ഉണ്ട്. ഇനി അതിൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. അത് ഷെയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിവിടെ എന്തുണ്ട്? നമ്മുടെ റേഷ്യോ ഇവിടെ ഉണ്ട് 4:5. അപ്പോൾ നമ്മൾ സുഹറൻ്റെ ആദ്യം കാണാം. സുഹറ അപ്പോൾ ആകെ നമുക്ക് എത്രയാണുള്ളത്? 9,000 ആണുള്ളത്. അപ്പം 9,000. ഇനി നമ്മൾ റേഷ്യോ കണക്കും. നമ്മുടെ മൊത്തത്തിലുള്ള റേഷ്യോ എത്രയാണ്? 4ഉം 5ഉം കൂട്ടുക. അപ്പോൾ 9. 9ൽ 4 ഭാഗമാണ്. 4/9 പാർട്ടാണ് ആയത്? സുഹറൻ്റെ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്തു. അപ്പം നമുക്ക് ഇത്ര കിട്ടി, 4,000 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മുടെ സീതയുടെ ഷെയർ നോക്കുകയെന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെ 9,000 × 5/9 അല്ലേ? 5/9 ആണ് സീതയുടെ ഷെയർ. അപ്പോൾ നമ്മൾ 5/9 ചെയ്യുമ്പോൾ 1000 ഇവിടെ കട്ട് ചെയ്തു. 1000 × 5 5,000. അപ്പോൾ നമുക്ക് സുഹറാസ് ഷെയർ 4,000 ആൻഡ് സീതാസ് ഷെയർ 5,000. ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം ഇതേ മോഡൽ തന്നെയാണ്. നമുക്ക് നോക്കാം. രമേശൻ ആൻഡ് ജോൺ took up a contract for work. രമേശനും ജോണും ഒരു വർക്ക് കോൺട്രാക്റ്റിനെടുത്തു. രമേശൻ വർക്ക്ഡ് ദ ഫസ്റ്റ് 6 days ആൻഡ് ജോൺ 7 days. രമേശൻ 6 ദിവസം വർക്ക് ചെയ്തു, പിന്നെ ജോണോ 7 ദിവസം വർക്ക് ചെയ്തു. ദേ ഗോട്ട് 6,500. അവർക്ക് എത്ര രൂപ കിട്ടി? 6,500 രൂപ കിട്ടി. ദേ ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് വർക്ക്ഡ്. അപ്പോൾ അവർ രണ്ടാളും വർക്ക് ചെയ്തല്ലോ. രണ്ടാളും ഒരുപോലെയല്ല വർക്ക് ചെയ്തത്. രമേശൻ 6 daysഉം ജോൺ 7 daysആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോണിനാണ് കൂടുതൽ കിട്ടുക അല്ലേ? ആ റേഷ്യോയിലാണ് അവരുടെ കിട്ടിയ പൈസ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം. രമേശൻസ് വർക്ക് ഡേയ്സ് 6, ജോൺസ് വർക്ക് ഡേയ്സ് 7. ടോട്ടൽ വർക്ക് ഡേയ്സ് എത്രയാണ്? 6 + 7 ദാറ്റ് ഈസ് 13. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് റേഷ്യോ എത്രയായിരിക്കും? രമേശൻ 6ഉം അതേപോലെ തന്നെ ജോണ് 7 ആണ്. സിംപ്ലിഫൈഡ് ഫോമാണ്, അതായത് ഒന്ന് ഓടും ഒന്ന് ഈവനും ആണ്. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനില്ല. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മുടെ ആകെ പ്രോഫിറ്റ് എത്രയാണ്? 6,500 ആണ്. അപ്പോൾ രമേശൻ്റെ ഷെയർ എത്രയാണ്? 6/13. അതായത് മൊത്തം 13 ആണുള്ളത്. അതിൽ 6/13 ആണ് രമേശൻ്റെ ഷെയർ. അപ്പോൾ 6 × 13 നമ്മൾ ചെയ്തു. ഓക്കെ. 6/13. ഓക്കെ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 500 ഇവിടെ കിട്ടും. 500 × 6 ദാറ്റ് ഈസ് 3,000. അപ്പോൾ രമേശൻ്റെ ഷെയർ 3,000 ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ജോണിൻ്റെ ഷെയർ കാണാം. നമുക്ക് 6,500 റുപ്പീസാണ് കിട്ടിയത്. അപ്പോൾ ജോണിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 7/13 ആണ്. അപ്പോൾ 7 വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് 5
100 ആണ്. 500 ഇൻറ്റു 7 ദാറ്റ് ഈസ് 3500. അപ്പോൾ രണ്ടാമതും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ടോട്ടൽ കാണുക, എന്നിട്ട് ഓരോരുത്തരെ ഷെയർ ഇട്ട് കണ്ടാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വെൻ രാമു ആൻഡ് രാജു ഡിവൈഡഡ് എ സം ഓഫ് മണി ഇൻ ദ റേഷ്യോ 3:2, രാമു ഗോട്ട് 480 rupees. ഹൗ മച്ച് ഡിഡ് രാജു ഗെറ്റ്? വാട്ട് വാസ് ദ സം ദാറ്റ് വാസ് ഡിവൈഡഡ്? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഇത് തന്നത്. അതായത് നേരത്തെ നമ്മളോട് പറഞ്ഞത് ഓരോരുത്തർക്കും എത്ര ഷെയർ കിട്ടിയെന്നാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? രാമുവും രാജുവും 3:2 ആണ്. 3:2 ആണ് റേഷ്യോ. അതിൽ രാമുവിന് 480 കിട്ടിയെന്ന്. ഓക്കെ, അപ്പോൾ രാജുവിന് എത്ര കിട്ടും? അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്തായാലും 480-നെക്കാട്ടി കുറവായിരിക്കും. കാരണം 3 ഷെയറാണ് ആർക്കുള്ളത്? രാജുവിനുള്ളത്. രാമുവിന് 2 ഷെയറാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. രാമു ആൻഡ് രാജുസ് മണി ഡിവിഷൻ. രാമു ഷെയർ 480 ആണ്. റേഷ്യോ 3:2 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് പറയാം, ഏതാണ് സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. ഇവിടെ 480 എന്ന് പറയുന്നത് ആരുടേതാണ്? രാമുവിൻ്റെ ഷെയറാണ് അല്ലേ? രാമുവിൻ്റെ ഷെയറാണ് 480 എന്ന് പറയുന്നത്. ഓക്കെ, അത് 3:2 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്രയാണ് ഷെയർ? 5 ആണുള്ളത്. ഈ 3 എന്ന് പറയുന്നത് ഇതിൽ. അപ്പോൾ 480-ൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ഷെയർ കിട്ടുമല്ലോ. ഒരു ഷെയർ എത്രയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ 480 ഡിവൈഡഡ് ബൈ 3 അത് ചെയ്താൽ നമുക്ക് 160 കിട്ടും. അപ്പോൾ ഒരു ഷെയർ എന്ന് പറയുന്നത് 160 ആണ്. 3 ഷെയർ എന്ന് പറയുമ്പോൾ 160 ഇൻറ്റു 3 ദാറ്റ് ഈസ് 480. അപ്പോൾ 2 ഷെയർ എന്ന് പറയുന്നത് 160 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ അതെത്രയാണ്? 320. അപ്പോൾ 320 ഇങ്ങനെ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? 480 ഇവിടെ ഷെയർ നോക്കുക 2/3 ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെയും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അതായത് രാമുവിൻ്റെ ഷെയർ എത്രയാണെന്ന് നോക്കുക. രാമുവിൻ്റെ 2 ആണ്. ആ 2 നമ്മൾ ഇട്ടിട്ട് 2/3 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇവരുടെ ടോട്ടൽ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 480 പ്ലസ് 320. ഓക്കെ, 0 0 ബാലൻസ് ഉള്ള 1 പ്ലസ് 4 5 5 പ്ലസ് 3 8. അപ്പോൾ എത്രയാണ് ആൻസർ? 800. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അതിൻ്റെ വേറൊരു പോർഷൻ ഉണ്ട്. എന്താണ്? വാട്ട് വാസ് ദ സം ദാറ്റ് വാസ് ഡിവൈഡഡ്? രണ്ടാമത്തെ പാർട്ടിൻ്റെ ആൻസർ എത്രയാണ്? 800 rupees. 800 rupees ആണല്ലോ ഡിവൈഡ് ചെയ്തത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ലൈൻ AB 9 centimeters long. മാർക്ക് എ പോയിന്റ് P ഓൺ ഇറ്റ്. ഒരു ലൈന് വരയ്ക്കുക, AB എന്ന് പേര് കൊടുക്കുക. അത് 9 centimeter ലോങ് ആണ്. അതിലൊരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇടുക. ദ ലെങ്ത് ഓഫ് AP ആൻഡ് PB ഷുഡ് ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:2. അപ്പോൾ പക്ഷേ അത് വെറുതെ നമ്മളൊരു പോയിന്റ് ഇട്ടാൽ പോരാ, അവിടെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കണം. ഹൗ ഫാർ എവേ ഫ്രം A ഷുഡ് മാർക്ക് P? കാൽക്കുലേറ്റ് ആൻഡ് മാർക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ 9 centimeter എന്താക്കണം? 1 പോർഷനായിട്ടും 2 പോർഷനായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1:2 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് നോക്കാം. AB എന്ന് പറയുന്നത് 9 centimeter ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് 9 centimeter ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ 1:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ AB എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. ഇത് 9 centimeter ആണ്. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അതെന്താണ്? അതിനൊരു ഇത് പറഞ്ഞിട്ടുണ്ട് 1:2 എന്നുള്ള റേഷ്യോയിൽ വരണം. അപ്പോൾ 9 എന്ന് പറയുന്നത് 1:2 എന്നുള്ള റേഷ്യോയിലാണെച്ചാൽ 9 ആദ്യത്തെ നോക്കാം 1/3. അതായത് നമ്മുടെ ടോട്ടൽ ഇത് 1/3 എന്ന് പറയുമ്പം ആദ്യത്തേത് 3 ആണ്. 3 ആയിരിക്കണം. രണ്ടാമത്തേത് 9 ഇൻറ്റു 2/3. 9 ഇൻറ്റു 2/3 എന്ന് പറയുമ്പം അത് എത്രയായിരിക്കും? 6 ആയിരിക്കും. എത്രയായിരിക്കും? അപ്പോൾ 6 ആയിരിക്കും. അപ്പോൾ ഒന്ന് 3 സെൻറ്റിമീറ്ററും ഒന്ന് 6 സെൻറ്റിമീറ്ററും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ 9 സെൻറ്റിമീറ്റർ വരച്ചു, AB എന്ന് വരച്ചു. അതിൽ നിന്ന് AP ആണ് നമ്മളോട് അടയാളപ്പെടുത്തത്. അത് 1:2
2 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 9ൻ്റെ 1 എത്രയാണ് 3 സെൻറ്റിമീറ്റർ. 2 റേഷ്യോ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/3 ഓഫ് എ ബി 9 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ബി ബി എന്ന് പറയുന്നത് 2/3 ഓഫ് എ ബി ദാറ്റ് ഈസ് 9 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. ഡ്രോ എ ലൈൻ 15 സെൻറ്റിമീറ്റർ ലോങ്. മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ് ഡിവൈഡ്സ് ദ ലൈൻ ഇൻ ദ റേഷ്യോ ഓഫ് 2:3. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് മാർക്ക് ദ പോയിന്റ്. അതും ഇതേ ക്വസ്റ്റ്യൻ തന്നെ. ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ലെങ്ത് ഓഫ് ലൈൻ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. റേഷ്യോ ഓഫ് ഡിവിഷൻ എത്ര പറഞ്ഞത്? 2:3 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 15ൻ്റെ 2/5 കാണണം, അതേപോലെ 15ൻ്റെ 3/5 കാണണം. ഓക്കെ, 15ൻ്റെ 2/5 കാണുമ്പോൾ നമുക്ക് ആൻസർ 6 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. അതേപോലെ 15ൻ്റെ 3/5 കാണുമ്പോൾ നമുക്ക് 9 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ലൈൻ എങ്ങനെയായിരിക്കും? നമ്മുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ PQ അടയാളപ്പെടുത്തി, അതിൽ ഒരു X അടയാളപ്പെടുത്തി, അതായത് 2 നമ്മുടെ പ്രൊപ്പോർഷൻ 2:3 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. പിന്നെ തിരിച്ച് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല, അത് 9 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അതായത് 6 + 9 15 സെൻറ്റിമീറ്റർ. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഓഫ് ദ ലെങ്ത് ഇൻ ദ റേഷ്യോ 1:2. വിത്ത് ദ സെയിം പെരിമീറ്റർ ഡ്രോ 2 or more rectangles with the sides in the ratio 2:3 and 3:7. Calculate the areas of 3 rectangles. Which rectangle has the greatest area? Okay. ഇതിന് 3 പാർട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഓഫ് ലെങ്ത് ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ ഒരു റെക്ടാങ്കിളാണ്. റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ പറഞ്ഞിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തൊന്നും തന്നിട്ടില്ല, പക്ഷെ പറഞ്ഞിരിക്കുന്നത് അവ തമ്മിൽ എന്താണ്? റേഷ്യോ ഓഫ് 1:2 എന്നുള്ള റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2l+b ആണെന്ന് അറിയാം അല്ലേ? 2l+b ആണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. ആ 2l+b എന്ന് പറയുന്നതാണ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എല്ലും ബിയും നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇവിടെ ഉള്ള 2 എന്താക്കി? അപ്പറ സൈഡിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്ത 2 അവിടെ എത്തിയപ്പോൾ എന്തായി? 30/2 ആയി. അപ്പോൾ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്? 15 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ഈ ചോദ്യത്തിൽ പാർട്ട് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത് ഇൻ ദ റേഷ്യോ ഓഫ് 1:2 എന്നുള്ള റേഷ്യോയിലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. റേഷ്യോ എത്രയാണ്? 1:2 ആണ്. ഓക്കെ, 1:2 ആണ്. അപ്പോൾ നമ്മൾ 15 സെൻറ്റിമീറ്ററിന് ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ, ആദ്യം വിഡ്ത്ത് കാണാം. വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എത്രയാണ്? വിഡ്ത്തും ലെങ്ത്തും കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വിഡ്ത്തും ലെങ്ത്തും കാണാം. അപ്പോൾ നമുക്ക് വിഡ്ത്ത് എപ്പോഴായിരിക്കും? 1:2 എന്ന് പറയുമ്പോൾ വിഡ്ത്തായിരിക്കും, ഇത് ലെങ്ത് ആയിരിക്കും അല്ലേ? റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ആയിരിക്കും അല്ലേ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇത് ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, റേഷ്യോ 1:2 ആണ്. ടോട്ടൽ എത്രയാണ്? 3 ആണുള്ളത്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 1/3 ആണ്. 3ൽ 1 പാർട്ടാണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ 15ൻ്റെ 1/3യും 15ൻ്റെ 2/3യും നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ 15 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 15/3. 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് നമുക്ക് ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് എന്താണ്? 15 ഇൻറ്റു 2/3 ആണ്. ഓക്കെ, അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 5 ആണ്. 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ വിഡ്ത്ത് എത്ര കിട്ടി? വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. 5 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി റെക്റ്റാങ്കിൾ വരയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ
ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇവിടെ നിന്നും നമ്മൾ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദ സെയിം പെരിമീറ്റർ ഡ്രോ 2 മോർ റെക്റ്റാങ്കിൾ. ഇനി 2 റെക്റ്റാങ്കിൾ കൂടി നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞത്. ഒന്നിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3 ആൻഡ് ദ അതർ 1 is 3:7. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വരച്ചത് 1:2 ആണ്. അപ്പോൾ ഇതിൽ സെയിം പെരിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ് സെയിം പെരിമീറ്റർ. അപ്പോൾ ഈ ഒരു പാർട്ട് എല്ലെണ്ണത്തിന് ഈക്വലാണ്. അപ്പം പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആണെച്ചാൽ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കാണാം. അത് 30/2 ആണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് റേഷ്യോ എത്രയാണ്? റെക്റ്റാങ്കിളിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. ഓക്കെ, അതായത് ടോട്ടൽ 5. അതായത് 15ൻ്റെ 2/5 നമ്മൾ കാണണം. 15ൻ്റെ 3/5 കാണണം. വിഡ്ത്തും ലെങ്ത്തും കാണാൻ അല്ലേ? അപ്പോൾ നമുക്ക് വിഡ്ത്ത് ആദ്യം കാണാം. വിഡ്ത്ത് ഈക്വൽ ടു 15 × 2/5. അപ്പം 5 കട്ട് ചെയ്താൽ ഇവിടെ എത്രയാണ്? 3 ആണ്. 3 × 2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ വിഡ്ത്ത് കണ്ടു. ഇനി നമുക്ക് ലെങ്ത്ത് കാണാം. ലെങ്ത്ത് നമുക്ക് എങ്ങനെ കാണാം? ലെങ്ത്ത് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ലെങ്ത്ത് ഈക്വൽ ടു 15 × 3/5. അപ്പോൾ ഇവിടെ നമ്മൾ 5ഉം 15ഉം കട്ട് ചെയ്തു. ഇവിടെ എത്രയാണ്? 15ൽ 5 എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ്. അപ്പോൾ 3 × 3 ദാറ്റ് ഈസ് 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ 9 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ലെങ്ത്ത് എത്രയാണ്? ഇതിൻ്റെ 9 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടെ 6 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി. 6 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഇവിടെയും 6 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ 9 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, മൂന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ പ്രൊപ്പോർഷൻ എന്താണ്? 3:7 ആണ്. 3:7 ആണ്. അപ്പോൾ എഗെയിൻ ഇതേപോലെ തന്നെ സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ റേഷ്യോ ഓഫ് ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത്ത് എത്രയാണ്? 3:7 ആണ്. ഓക്കെ, അപ്പോൾ 3:7 നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 15 ആണ്. 15 ഇവിടെ 3ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്? 10 ആണ്. 3/10 അതേപോലെ തന്നെ 7/10 ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ 15 × 3/10 ഇവിടെ നോക്കാം. അപ്പോൾ 10 2 ടൈംസ് ആണ്. 15 എത്രയാണ്? 15 3 ടൈംസ് ആണ്. 3 × 3 ദാറ്റ് ഈസ് 9. 9/2 എന്ന് പറയുന്നത് 4.5. അപ്പോൾ ഫസ്റ്റിൻ്റെ എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത നമുക്ക് ലെങ്ത്ത് കാണാം. ഓക്കെ, ലെങ്ത്ത് എങ്ങനെ കാണാം? ലെങ്ത്ത് 15 × 7/10. 15 × 7/10. 10നെ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 2ഉം കിട്ടി. ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, ഇനി 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. 21/2 അതായത് 21ൻ്റെ പകുതി. 21ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ലെങ്ത്തും വിഡ്ത്തും കിട്ടി. ഒന്ന് 4.5 സെൻറ്റിമീറ്ററും അടുത്തത് 10.5 സെൻറ്റിമീറ്ററും ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ആദ്യം എന്താണ്? ലെങ്ത്ത് നമ്മളെടുത്തു. ലെങ്ത്ത് എത്രയാണ്? 10.5 ആണ്. 10.5 ആണ്. പിന്നെ നമ്മളൊരു എന്താണ് സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമ്മൾ 4.5 ഇവിടെ അടയാളപ്പെടുത്തി. അതേപോലെ തന്നെ 4.5 ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ കറക്റ്റ് 10.5 ഇവിടെ അളന്ന് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഇതും പോരാഞ്ഞിട്ട് ഇനി ഇതിനൊരു മൂന്നാമത്തെ ഒരു കണക്കും കൂടി ഉണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് 3 റെക്റ്റാങ്കിൾസ് വിച്ച് റെക്റ്റാങ്കിൾ ആസ് ദ ഗ്രേറ്റസ്റ്റ് ഏരിയ. ഇനി ഈ 3 റെക്റ്റാങ്കിളിൻ്റെയും എന്താണ് ഏരിയ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് റേഷ്യോ 1:2. ആദ്യത്തെ റെക്റ്റാങ്കിൾ നമുക്ക് 15 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിൽ 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും ആണ്. അപ്പോൾ 5 × 10 L × B ദാറ്റ് ഈസ് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ.
ഇനി അടുത്ത രണ്ടാമത്തെ റെക്റ്റാങ്കിൾ 2:3 ആയിരുന്നു റേഷ്യോ. അത് നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും 6ഉം 9ഉം ആണ്. 6 × 9 എന്ന് പറയുന്നത് 54 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇനി ലാസ്റ്റത്തെ 3:7 ആണ്. 3:7 നമ്മൾ കണ്ടുപിടിച്ചത് 4.5ഉം 10 × 5ഉം ആണ്. 10.5ഉം ആണ്. 4.5ഉം 10.5ഉം നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 47.25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഏരിയ ഉള്ളത് ഏതാണ്? 54 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതായത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിനാണ് ഏരിയ ഉള്ളത്. ഓക്കെ.